സഹകാരികൾക്ക് കൈത്താങ്ങായി ചേർത്തല തെക്ക് സർവീസ് സഹകരണ ബാങ്കിലെ ഓണം ചന്ത. സംസ്ഥാന സർക്കാർ കൺസ്യൂമർ ഫെഡും സഹകരണ വകുപ്പുമായി ചേർന്ന് നടത്തുന്ന ഓണച്ചന്ത വഴി നിത്യോപയോഗ സാധനങ്ങൾ പൊതുവിപണിയേക്കാൾ വിലക്കുറവിൽ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. ചേർത്തല തെക്ക് സർവീസ് സഹകരണ ബാങ്കിന് എല്ലാ വർഷവും നടത്താറുള്ള പോലെ തന്നെ കൺസ്യൂമർ ഫെഡറേഷനും നമ്മുടെ സഹകരണ ഡിപ്പാർട്ട്മെൻറ്റും ചേർന്ന് നടത്തുന്ന ഓണച്ചന്തയുടെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം ജില്ലാ പഞ്ചായത്തിൻ്റെ ബഹുമാനായ പ്രസിഡന്റ് ശ്രീ ആർ നാസർ അവർ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. പൊതു മാർക്കറ്റിലേക്കാം 30% മുതൽ 40% വരെ വില കുറച്ചാണ് ഗവൺമെൻറ് സഹായത്തോടു കൂടി ഈ ഓണം മലയാളികളുടെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ദേശീയ ഉത്സവം എന്ന് പറയുന്ന പോലെ തന്നെ ഉത്സവത്തെ ആഘോഷപ്രദമാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തവണയും നമ്മൾ വിപുലമായ ഒരു ചന്തയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഈ നാട്ടിലെ ജനങ്ങളുടെ പൂർണ്ണമായ സഹകരണത്തോടുകൂടിയാണ് ഈ ചേർത്തല തെക്ക് സർവീസ് സഹകരണ ബാങ്ക് സാമ്പത്തിക മേഖലയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തന്നെ വിവിധ മേഖലയിലേക്ക് കൈ കടത്തിക്കൊണ്ടാണ് ബാങ്ക് ഓരോ ദിവസം എൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ ഇപ്പോൾ നബാർഡിൻ്റെ സഹായത്തോടുകൂടി തന്നെ മത്സ്യം വളർത്ത്, അതുപോലെ മത്സ്യക്കുഞ്ഞുങ്ങളുടെ ഉൽപ്പാദനം, അത് വരാലും അതുപോലെ സിലോപ്പിയ മറ്റിതര മീനുകൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അതുപോലെ കൃഷിക്ക് ആവശ്യമായ വലിയ തോതിലുള്ള ഒരു സജ്ജീകരണം നമ്മളെ ഒരുക്കിയിട്ടുണ്ട്. അതും ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ എൻ എസ് ശിവപ്രസാദ് ഈ ഓണച്ചന്തയുമായി ബന്ധപ്പെട്ട് തന്നെ അത് കർമ്മം നിർവഹിക്കുകയുണ്ടായി. അതുപോലെ മത്സ്യകൃഷിയുടെ ഉദ്ഘാടനം അതും നമ്മുടെ ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ ബി സലീം നിർവഹിക്കുകയുണ്ടായി. അപ്പോൾ തുടർന്ന് അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ അരീപ്പുറം ഇലക്ട്രിസിറ്റി ബോർഡിന് സമീപം ഏതാണ്ട് 10 കടമുറികൾ, അതുപോലെ മുകളത്തെ നിലയിലാണ് 2000-ഓളം വരുന്ന സ്ക്വയർ ഫീറ്റ് ഹാള്, ഇതെല്ലാം ഇതിൻ്റെ കൂടെ നിർമ്മിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഏതാനും ആഴ്ചകൾ കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം നാം നിർവഹിക്കുകയാണ്. അതുപോലെ നമ്മുടെ നാട്ടിലെ സഹകാരികളുടെ ആത്മാർത്ഥമായ സഹകരണം, അതുപോലെ ബാങ്കിലെ ഭരണസമിതി അംഗങ്ങൾ, സെക്രട്ടറി, പ്രത്യേകം സെക്രട്ടറി, ജീവനക്കാർ, ഇതെല്ലാം ആത്മാർത്ഥമായ ഒരു വലിയൊരു പരിശ്രമമാണ് ഇതിൻ്റെ വീട്ടിൽ നടത്തിയിട്ടുള്ളത്. അതിന് പരിപൂർണമായൊരു വിജയത്തിലെത്തുമെന്നാണ് നമ്മുടെ വലിയ പ്രതീക്ഷ. ഈ മത്സ്യം വളർത്തും അതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട് വലിയൊരു തോതിൽ ഇത് വലിയ ഒരു കേരളത്തിൻ്റെ ഒരു ആദ്യമായിട്ടാണ് സർവീസ് സഹകരണ ബാങ്ക് ഇങ്ങനെയൊരു പദ്ധതി ഏറ്റെടുക്കുന്നത്. ഏതാണ്ട് 1,80,00,000 രൂപയോളം മുടക്കിയാണ് നബാർഡിൻ്റെ സഹകരണത്തിലൂടെയാണ് ഇതെല്ലാം നമ്മൾ നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ നാട്ടിലെ പരിപൂർണമായി ജനങ്ങളുടെ സഹായ സഹകരണം ഞങ്ങൾ ഈ സന്ദർഭത്തിൽ പ്രതീക്ഷിക്കുകയാണ്.